ദുഃഖങ്ങളില്ലാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവൂല. നമ്മൾ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഇനി രണ്ടാമത് നമ്മൾ നേരിടുന്ന പ്രശ്നം ഏതെന്നാൽ അത് ശാരീരികമായ ദുർബലതകളാണ്. ഷുഗർ ഇല്ലാത്തവർ എൻ്റെ മുന്നിൽ വളരെ ചുരുക്കമായിരിക്കും. ഷുഗർ ഇല്ലെങ്കിൽ പോലും പ്രഷർ ഉണ്ടാവും, അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവും. തീരെ അസുഖമില്ലാത്ത ഒരാൾ ഈ കാലഘട്ടത്തിൽ വളരെ വിരളമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അസുഖം നമ്മൾ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നമുള്ളത് സാമൂഹികമായി ഒരു സമൂഹത്തിൽ നിന്ന് നാം അനുഭവിക്കേണ്ടി വരുന്ന ഭീതിയാണ്, ഭയം. നമ്മളൊരു സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന ഭരണകർത്താക്കളെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ നിയമപാലകരെയോ അല്ലെങ്കിൽ നീതിന്യായ കോടതികളെയോ ഒക്കെ നമ്മൾ ഭയപ്പെടേണ്ടി വരുന്നു. ആ ഒരു ഭയം നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നുണ്ട്. ഇത് മൂന്നാമത്തെ പ്രശ്നമാണ്. ഇനി നാലാമതൊരു പ്രശ്നമുള്ളത് കൂടപ്പുറപ്പുകളുടെ ചതിയാണ്, കൂടെയുള്ളവരുടെ ചതിയാണ്, നാട്ടുകാരുടെ ഒറ്റാണ്, കൂടെ നിന്നിട്ട് പാലം വലിക്കുന്നവരുടെ ആ മോശമായ സ്വഭാവ വൈകൃതമാണ് ചതി. ഈ 4 പ്രശ്നങ്ങളാണ് ഇന്ന്, ഇന്നലെ, നാളെ നേരിടുന്നത്, നേരിട്ടത്, നേരിടാനിരിക്കുന്നത്. ഇതല്ലാത്ത അഞ്ചാമതൊരു ഭീതി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യമാണ്. ഏതായിരുന്നാലും ഈ 4 പ്രശ്നങ്ങളും ഒരുപക്ഷെ നേരിടുന്നവരാകാം ഈ CMCAയുടെ പരിപാടിയിൽ എന്നെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നവരാകാം ഈ സദസ്സിലിരിക്കുന്നത്. ഒരു മഹാനായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ഒരു വലിയ മഹാൻ ഒരിക്കൽ പറയുകയുണ്ടായി, എന്നെ അത്ഭുതപ്പെടുത്തിയത് 4 പേരാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് 4 പേരാണ്. ഏതാ 4 പേര്? ആ മഹാൻ പറഞ്ഞു, മാനസികമായി സങ്കടത്തിലാകുന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. 2, ശാരീരികമായി രോഗം കാർന്ന് തിന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. 3, ഭയം കൊണ്ട്, സാമൂഹികമായ ഭയം കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. 4-മത്തേത്, കൂട്ടുകാരുടെ ചതിയുടെ പേരിൽ നട്ടം തിരിയുന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്താ മഹാനുഭാവനെ അത്ഭുതപ്പെടുത്തിയത്? അവർ എന്തുകൊണ്ട് ഖുർആനിലേക്ക് നോക്കിയില്ല? അവർ എന്തുകൊണ്ട് ഖുർആനിലേക്ക് പരിഹാരം തേടിയില്ല? ഈ 4 കാര്യങ്ങൾക്കും പരിഹാരം വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് കുറഞ്ഞ സമയം പങ്കുവെക്കുകയാണ്. അള്ളാഹു നമുക്ക് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹാനുഭാവൻ പറഞ്ഞു, അജബതു, ഞാൻ അത്ഭുതപ്പെടുകയാണ്, എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. മനസ്സിന് പ്രയാസം അനുഭവപ്പെട്ട ഒരു മനുഷ്യൻ, മാനസികമായ സംഘർഷത്തിൽ അകപ്പെട്ടു പോയവൻ, മനസ്സ് വ്രണതമായവൻ, ഹൃദയം വ്യഥിതമായവൻ, മാനസികമായ സംഘർഷം നേരിടുന്ന ഒരാളെ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കൈഫ യഗ്ഫുലു അൻ ഖൗലില്ലാ, അവൻ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നില്ല? അവൻ എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലേക്ക് അവന് നോക്കുന്നില്ല? അവന് പരിഹാരം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന ചവറയിലെയും പരിസര പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചാനലിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാനസികമായ വ്യഥകൾ, മാനസികമായ ദുഃഖങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോ, മനസ്സ് തകർന്നു പോകുമ്പോ ഒരു കഷണം കയറെടുത്തിട്ട് ജീവിതത്തിന് അവസാനിപ്പിക്കലല്ല, ആത്മഹത്യ ചെയ്യലല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിന് വല്ലാതെ സങ്കടം വരുമ്പോ ഒരു പുകവലിയിലൂടെ ആശ്വാസം കണ്ടെത്തലല്ല, കള്ളു കുടിച്ചിട്ട് മതം വരുന്ന രീതിയിൽ എല്ലാ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് ജീവിക്കലല്ല വേണ്ടത്. ഒരു സത്യവിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ഓടിയെത്തേണ്ടത് എന്തെന്നറിയോ? ആ മഹാനായ വലിയ പറയുകയാണ്, അജബുതുലി മനബുതുലിയ ബിഗമ്മിൻ,
മനപ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്നവനെ എന്നെ അത്ഭുതപ്പെടുത്തുകയാ. എന്തുകൊണ്ടെന്നറിയോ? കൈഫ യഗ്ഫുലു അൻ ഖൗലില്ലാ, അല്ലാഹുവിന്റെ വാക്കിലേക്ക് അവൻ എന്തുകൊണ്ട് പോകുന്നില്ല? ഏതാണ് ഖുർആനിന്റെ വാക്കെന്നറിയുമോ? അല്ലാഹ് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താണ്. എന്തുകൊണ്ട് ഈ ആയത്ത് അവന് നോക്കുന്നില്ല? ഈ ആയത്തിൽ അവൻ എന്തേ പരിഹാരം തേടുന്നില്ല? ഈ ആയത്തിലേക്ക് അവൻ എന്തുകൊണ്ട് മടങ്ങി പോകുന്നില്ല? ഈ ആയത്ത് കൊണ്ട് എന്താണ് അവന് സമാധാനം നേടാത്തത്? ഈ ആയത്ത് അവൻ എന്തുകൊണ്ട് സമാധാനം അവന് സംവിധാനിക്കപ്പെടുന്നില്ല? അല്ലാഹു എന്നിട്ട് ശേഷം പറഞ്ഞ വാക്കെന്താണ്? ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗം. ഇതേപോലെ മനസ്സ് സംഘർഷത്തിലായ ഒരു മനുഷ്യന് ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹു, ആ മനുഷ്യന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുത്തുകൊണ്ട് വനജൈനാഹു മിനൽ ഗം, അയാളുടെ മനക്ലേശങ്ങളെ ഞാൻ മാറ്റിക്കൊടുത്തു, അവരുടെ മനപ്രയാസങ്ങളെ ഞാൻ മാറ്റിക്കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, മനസ്സിന് സമാധാനം തരുന്നതാരാ? മനസ്സിന് സമാധാനം തരുന്നത് സിഗരറ്റ് അല്ല, മനസ്സിന് സമാധാനം തരുന്നത് പുകവലിയല്ല, മനസ്സിന് സമാധാനം തരുന്ന കള്ളുകുപ്പിയല്ല, മനസ്സിന് സമാധാനം തരുന്നത് പൈങ്കിളി പുസ്തകങ്ങളുടെ വായനയല്ല, മനസ്സിന് സമാധാനം തരുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസുകളല്ല, ഫേസ്ബുക്കിന്റെ റീൽസുകളല്ല. എവിടെയാണ് സമാധാനം കിട്ടേണ്ടതെന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറയുകയാ, മനസ്സ് തകർന്നു പോയാൽ, മനസ്സ് തളർന്നു പോയാൽ, മനസ്സ് സംഘർഷഭരിതമായാൽ, നോക്കുമോനെ, വിശുദ്ധ ഖുർആൻ എടുത്ത് കയ്യിലേക്ക് വെക്കടാ. എന്നിട്ട് നീ നിവർത്തി വെച്ചിട്ട് ഓത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ആയത്ത് ആരാണോ പാരായണം ചെയ്യുന്നത്, ഈ ദുആ ആരാണോ ചൊല്ലുന്നത്, അല്ലാഹ് പറയുന്നു, ഫസ്തജബ്നാ ലഹു, അവന് ഞാൻ ഉത്തരം കൊടുക്കുന്നു. വനജൈനാഹു മിനൽ ഗം, അവനെ മനക്ലേശത്തിൽ നിന്ന്, മനപ്രയാസത്തിൽ നിന്ന് ഞാൻ മാറ്റുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനപ്രയാസമുള്ളവർക്ക് പരിഹാരം ഈ ആയത്ത് തന്നെയാണ്. ഈ ആയത്ത് തന്നെയാണ് മനപ്രയാസമുള്ളവര് പരിഹാരം. ഞാൻ ചോദിക്കട്ടെ, ഈ ചവറയില് വിഷമമൊന്നും ഇല്ലാത്ത ആരാളുള്ളത്? പ്രതിസന്ധികൾ ഉണ്ടാവലാണ് വിശ്വാസിയുടെ അടയാളം, അല്ലാതെ ഒരു പ്രയാസവും ഇല്ല, ഒരു വിഷമവും ഇല്ല, ജീവിതത്തിൽ ഇന്ന് വരെ സങ്കടപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളത് പകയന്മാരെ പടച്ചോൻ പന പോലെ വളർത്തുന്നല്ലേ? അങ്ങനെയുള്ള ആളുകളെ ഈമാൻ പരിശോധിക്കണം. ഇതുവരെ മനപ്രയാസം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മുടെ ഈമാൻ പരിശോധിക്കണം. അത് എന്റെ വാചകമല്ല, അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹത്തുക്കളുടെ വാക്കുകളാണ്. മനപ്രയാസം ഇന്ന് വരെ നേരിടാത്ത ആളുകൾ അവരുടെ ഈമാൻ പരിശോധിക്കണം. കാരണം മനപ്രയാസം അള്ളാഹു കൊടുക്കുന്നത് എന്തിനാണ്? കൂടുതൽ അവനിലേക്ക് നമ്മൾ ചേരാൻ വേണ്ടി കിട്ടാൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ മനപ്രയാസം അനുഭവിച്ചതാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ മുസ്ലിങ്ങൾ സുന്നികളെന്നൊക്കെ അല്ലേ, അതുകൊണ്ട് സ്വലാത്തൊക്കെ ചൊല്ലിക്കോളെ, കുഴപ്പമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ആ വലിയാരെ അങ്ങളെ ചൊല്ലിക്കോളാം, അങ്ങള് പ്രസംഗിച്ചോളെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ നേരിട്ടത്, മാനസികമായി തകർന്നു നിന്നത് ലോകത്തുള്ള ഒരു നേതാവ്, ഷഫീഉൽ വറാ നബിയുൽ സഖലൈൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത്രയും മനപ്രയാസം അനുഭവിച്ച ഒരാൾ ലോക ചരിത്രത്തിലില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് സൂറത്തു ഹിജ്റിൽ, വലഖദ് നഅലമു അന്നക യളീഖു സ്വദുറുക ബിമാ യഖൂലൂൻ. നബിയേ, ആളുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സ് പടയ്ക്കുന്നുണ്ട്, മനസ്സ് വല്ലാതെ നിങ്ങൾക്ക് തകർന്നു പോകുന്നു എന്ന് എനിക്ക് അറിയാം നബിയെ. വലഖദ് നഅലം, എനിക്കറിയാം, അന്നക യളീഖു സ്വദുറുക, അങ്ങയുടെ ഹൃദയത്തിന് വല്ലാത്തൊരു പിടപെടപ്പുണ്ടെന്ന് എനിക്കറിയാം. ബിമാ യഖൂലൂൻ, സത്യനിഷേധികൾ പറയുന്ന ജൽപ്പനങ്ങളുടെ പേരിൽ ഇന്ന് തീവ്രവാദികളാക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ, ഈ ലൈവ് കാണുന്നവർക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളുകളിൽ ഈ പ്രസംഗം എടുത്ത് നോക്കണം.
ആ പ്രസംഗത്തിന്റെ അടിയിൽ കമന്റുകൾ ഇങ്ങനെ വാരി അങ്ങോട്ട് കൊട്ടക്കണക്കിന് തട്ടുകയാണ്. ആരാ തട്ടുന്നത്? ഈ സമുദായത്തിന്റെ പേരിൽ ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കിയവര്, അല്ലെങ്കിൽ ഏതോ മാളത്തിൽ ഒളിച്ചിരുന്നിട്ട് നട്ടല് നിവർത്തിയിട്ട് നേരെ നിന്നിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയ ഷണ്ഡന്മാരായ കുറെ ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ കമന്റുകൾ അയക്കാൻ, വെറുതെ കമന്റുകൾ എഴുതുകയാണ്. വേറെ ഒരു ജോലിയില്ല. ഇപ്പൊ ഇത് കണ്ടിട്ട് നാളിതുവരെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരെ കമന്റ് എഴുതൂലായിരുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരിക്കലും ഒരു മതപ്രഭാഷകന്റെ, ഒരു മതപ്രസംഗികന്റെ, ഒരു മുസ്ലിം പണ്ഡിതന്റെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയകളിലോ കമന്റ് എഴുതാൻ നിൽക്കൂല. അവർക്ക് അവരുടെ ജോലിയുണ്ട്. നല്ല ഹിന്ദു അങ്ങനെയാണ്, നല്ല ക്രിസ്ത്യാനി അങ്ങനെയാണ്, അവർക്ക് ഇതിനൊന്നും സമയമില്ല. നല്ല മുസ്ലിമും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ തലതെറിച്ചു പോയ കുറെ എണ്ണം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല ജോലിയാണ് അള്ളാന്റെ റസൂലിനെ തെറിവിളിക്കുക, നബിതങ്ങളെ ആക്ഷേപിക്കുക, ഇസ്ലാമിനെ തെറിവിളിക്കുക. പുതിയൊരു ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അവളെ ഒന്നും പറയുന്നില്ല. നമ്മുടെ വിഷയം എമ്പാടും പറയാനുണ്ട്, അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും പറയണ്ട. എങ്കിലും ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് ഇബ്ലീസിന്റെ പേര് പറയുന്നത് പോലെ പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, അള്ളാഹുവിന്റെ ഹബീബ് മനസ്സ് നൊന്തതുപോലെ ലോകത്തൊരാളും നൊന്തിട്ടില്ല. അള്ളാഹു പറഞ്ഞു, നബിയെ വലഖദ് നഅലമു അന്നക യലീഖു സദറുക ബിമാ യഖൂലൂൻ. ആളുകൾ അങ്ങയെപ്പറ്റി അധിക്ഷേപിക്കുന്ന, ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന വാചകങ്ങൾ കേട്ടിട്ട് അങ്ങയുടെ മനസ്സ് തകർന്നു പോകുന്നു എന്ന് എനിക്കറിയാം നബിയെ. അതുകൊണ്ട് പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, സുബ്ഹാനല്ലാഹ് ഒത്തിരി ചൊല്ലിക്കോ നബിയെ. വകും മിനസ് സാജിദീൻ, നിസ്കാരം ഒരുപാട് നിർവഹിച്ചോ നബിയെ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരിക്കുന്നത് വരെ ആരാധനയിൽ നിങ്ങൾ കഴിഞ്ഞോളൂ നബിയെ, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് സുഖം വരാൻ അള്ളാഹു കൊടുത്ത മരുന്നേതാ? തസ്ബീഹാൻ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. തസ്ബീഹ് നിങ്ങൾ നോക്ക്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് മനപ്രയാസമുള്ള ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്ന അവന്റെ മനപ്രയാസം ഞാൻ മാറ്റി കൊടുക്കാൻ. ആരാ നമ്മുടെ കൽബ് നിയന്ത്രിക്കുന്നത്? ആരാ? കണ്ടാട്ടിയ നമ്മുടെ കൽബ് നിയന്ത്രിക്കുന്ന ആരാ? പറ. കാമുകിയ. കൽബ് എന്ന് ഹൃദയത്തിന്, ഹാർട്ടിന് കൽബെന്ന് പേര് വരാൻ കാരണം എന്താണ്? കൽബെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മലക്കം മറിച്ചിൽ. കൽബെന്ന് പറഞ്ഞാൽ മറിച്ചിൽ. ആരാ മറിക്കുന്നത്? യുഖല്ലിബുഹാ കൈഫ യശാ. അല്ലാഹു അവന്റെ കൽബിനെ, നമ്മുടെ കൽബിനെ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കൽബ് എന്ന് പേര് വന്നത്. അതാണ് കൽബെന്ന് പേര് വന്നത്. അള്ളാഹു മറിക്കാൻ കാരണം എന്താ? ഒരു മനുഷ്യന്റെ ഹൃദയം ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, അള്ളാന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണ് നമ്മുടെ ഹൃദയം ഉള്ളത്. അള്ളാഹ് എന്താ ചെയ്യുന്നത്? യുഖല്ലിബുഹാ കൈഫ യശാ. ഇങ്ങനെ അള്ളാഹു മറിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ഒരു ദുആ പഠിപ്പിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അള്ളാഹ്. ഇന്ന് എൻ്റെ മനസ്സിനുള്ള ആ ഒരു ചിന്ത ആവൂല നാളെ എൻ്റെ മനസ്സിലുണ്ടാവുക. കാരണം മറിയും. നമ്മൾ അതാണ് പറയുന്നത്, എഗ്രിമെന്റ് വെക്കുന്നത് കൊണ്ടാ. കച്ചവടക്കാര്, ഈ ഭൂമി കച്ചവടക്കാരുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ്, അവരോട് ഈ കച്ചവടക്കാര് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും തുണിക്കടയാണ്, മരക്കടയാണ്, തടിക്കടയാണ്, സ്വർണ്ണക്കടയാണ്, പച്ചക്കറി കടയാണ്, പഴക്കടയാണ്, ഇങ്ങനെ പല കടകളുടെ പേര് പറയും. ചില ആളോട് ചോദിച്ചാൽ പറയും, ഓ ചെറിയ ബിസിനസ് ഒക്കെ. അതെന്തായിരിക്കും? റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും. ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാതെ പറയുന്നത് അത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ആർക്കറിയാലോ നന്നായിട്ട്. എത്രയ്ക്ക് കൊടുക്കൂടെ? 50 സെന്റ് ഉണ്ട്, 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാം. ശരി, എന്നാ എഗ്രിമെന്റ് പോയി. എന്താ എഗ്രിമെന്റ് വയ്ക്കാൻ കാരണം? കൽബല്ലേ. നാളെ ചിലപ്പം വേറൊരുത്തും വന്നിട്ട് 55 പിന്നെ 5.5 ലക്ഷം രൂപ വെച്ച് പറഞ്ഞാൽ ഇവന്റെ കൽബ് മറിയും.
ഈ കൽബ് എന്ന ഹൃദയത്തിന് പേര് വന്നത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, കൽബ് എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു മനുഷ്യന്റെ കൽബ്, ആ മനുഷ്യന്റെ കൽബ് അവന് പ്രയാസപ്പെടുമ്പോൾ, അവന്റെ മനസ്സ് പ്രയാസപ്പെടുന്ന സമയത്ത് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മനസ്സ് പ്രയാസപ്പെടാതിരിക്കാൻ ന്യായം എന്താ? കാരണം കൽബിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാ. കൽബ് പടച്ചവനാണ്, കൽബ് നിയന്ത്രിക്കുന്നവനവനാണ്, കൽബിനെ തിരിക്കുന്നതവനാണ്, ഹൃദയത്തിന്റെ ചലന നിശ്ചലന ഗതിവിഗതികളെല്ലാം നിയന്ത്രിക്കുന്നതവനാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ, മാനസികമായ വ്യതകൾ തരുമ്പോ, ഇതേ കൽബിനെ മറിക്കുന്ന അല്ലാഹു തന്നെ പറയുന്നു, പരിഹാരം കള്ളു കുടിക്കലല്ല, പരിഹാരം നിങ്ങൾ ഏതെങ്കിലും തമാശയുള്ള സിനിമകളെ കാണലല്ല, നിങ്ങളുടെ സമാധാനം തിരിച്ചു കിട്ടാൻ ഒരു കയറിന്റെ കഷണം, ഒരു കയറിന്റെ തുമ്പെടുത്തിട്ട് കഴുത്തിലേക്ക് ഇട്ടിട്ട് ആത്മഹത്യ ചെയ്താലല്ല. പിന്നെ എങ്ങനെയാണ് സമാധാനം നിങ്ങൾക്ക് കിട്ടുക? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരൊറ്റ വരി നിങ്ങൾ പറയുമോ? ഇതെന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ലോകത്തോട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അനുഭവങ്ങളാ സഹോദരങ്ങളെ, മഞ്ഞുരുകുന്നത് പോലെ, മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയെന്ന് പറയുമല്ലോ. വല്ലാതെ മനസ്സിനകത്ത് തളം കെട്ടി കാർമേഘം ഇരുണ്ടുകൂടുമ്പോ ഈ ഒരറ്റായത്തെ നമ്മൾ ഓതിയാൽ അല്ലാഹു കർക്കടകം പെയ്യിപ്പിക്കുകയാ. എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചലിഞ്ഞങ്ങ് പോകും, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ പറയാൻ നമ്മൾ തയ്യാറാകണം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഇതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നറിയോ? അത് പറയാൻ തന്നെ അറിവുള്ളവർക്ക് ഒരു ദിവസം വേണം, എനിക്ക് 2 മിനിറ്റ് മതി, അറിവ് കുറവാ. അതിനകത്തുള്ള ആ ദിക്റിനകത്തുള്ളത് എന്താണ്? ഒന്ന്, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അതിനകത്തുണ്ട്. എന്നിട്ടോ സുബ്ഹാനക, അല്ലാഹുവിന് വേണ്ടിയുള്ള പരിശുദ്ധി, ഒരു തസ്ബീഹ് അതിനകത്തുണ്ട്. വീണ്ടും അതിനകത്തുണ്ട് ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, അവന് സ്വന്തം അക്രമിയാണ് എന്ന് അവന്റെ ആ ഒരു ബലഹീനതയെ പടച്ചവന്റെ മുന്നിൽ സമ്മതിക്കുകയാണ്. വലിയ അർത്ഥമുള്ള ആയത്താണ്. അതുകൊണ്ട് ചവറയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സിനകത്ത് എന്ത് സങ്കടം നിങ്ങൾക്ക് വന്നാലും പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ദുർമന്ത്രവാദികളുടെ മുമ്പിൽ ചെന്നിട്ട് കരയലല്ല, കള്ളക്കണ്ണീരൊഴുക്കിയിട്ട് ഈ സഹോദരങ്ങളെ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോ അത് ചെയ്യുന്ന പറയുന്ന ദുർമന്ത്രവാദികളുടെ അടുത്ത് പോകലല്ല. എന്ന് പറഞ്ഞാൽ ഞാനൊരു മുജാഹിദാണെന്ന് നിങ്ങൾ കരുതിപ്പോണ്ട. നല്ല മന്ത്രവാദിമാരുണ്ട്, പൊയ്ക്കോ. ദുർമന്ത്രവാദിമാരുടെ അടുക്കലല്ല പോകേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഈ ഒരൊറ്റ ആയത്ത് മതി മനപ്രയാസം കിട്ടാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഖുർആന്റെ ആയത്തും തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനെ സങ്കടപ്പെട്ട് സിഗരറ്റും വലിച്ച് കള്ളും കുടിച്ച് മൂലക്കിരിക്കുന്നത് കാണുമ്പോൾ അജബുത്തു, എനിക്ക് അത്ഭുതമാണെന്ന് പറയുന്നത് ഒരു വലിയ മഹാനാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? സങ്കടം വരുമ്പോ നേരെ പോകുന്നു എവിടെയാ? പിന്നെ എന്താണ്, ശങ്കരമംഗലം അല്ലേ? ശങ്കരമംഗലം അല്ലേ കടപ്പുറം ഉള്ളത്? നീണ്ടകര, അവിടെ കടപ്പുറം ഇല്ല? നീണ്ടകര. അല്ലെങ്കിൽ കടൽ എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് കടലിൽ ഇങ്ങനെ ഒരു ചെറിയ കല്ലും പറക്കി കടലിലേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ കപ്പലണ്ടിയും കുറിച്ചിരിക്കുക. എന്താ പ്രശ്നം? മനസ്സിന് വല്ലാത്തൊരു സംഘർഷം. അതുകൊണ്ടാണ് വേണ്ട, ഈ ഒരു ദുആ മതി, ഈ ഒരു ദിക്ർ മതി. ചിലപ്പോൾ നമ്മളെ മക്കളൊന്നും വിളിക്കാതിരിക്കും, ചിലപ്പോൾ ഭാര്യ വിളിക്കാതിരിക്കും, ചിലപ്പോൾ ഭർത്താവ് വിളിക്കാതിരിക്കും. ആ സമയത്ത് നമ്മൾ അതിന്റെ പരിഹാരം തേടുന്നതോടൊപ്പം തന്നെ മനസ്സ് അസ്വസ്ഥമാകുമ്പോ ആ അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പരിഹാര മാർഗം അല്ലാഹു പറഞ്ഞു, നീ ഈ തസ്ബീഹ് ചൊല്ലിക്കോ. പരീക്ഷണം വരാത്ത ആരാ? മനസ്സിന് സമാധാനമില്ലാത്തത് ആർക്കാ? ദുഷ്ടശ്വാനനെ പോലെയാണ് മനസ്സിന്റെ സംഘർഷവും പരീക്ഷണങ്ങളും. ദുഷ്ടശ്വാനന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ, പേപ്പട്ടിയുടെ പ്രത്യേകത എന്താ? നമ്മൾ പോകുമ്പോൾ തെരുവ് നായ വരികയാണ്,
ആ തെരുവ് നായ നമ്മൾ പേടിച്ചു എന്ന് ആ നായ മനസ്സിലാക്കിയാലുണ്ടല്ലോ, നമ്മൾ പേടിച്ചെന്ന് നായ മനസ്സിലാക്കിയാൽ നമ്മളെ കൂടെ വരും. അത് നമ്മൾ ഓടിച്ചിട്ട് കടിക്കും. നേരെ മറിച്ച് നിങ്ങളൊന്ന് ഒരു ചെറിയ ഒരു ടെസ്റ്റ് ഡോസ്, പട്ടി കടിക്കാൻ വരുന്ന സമയത്ത്, നായ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് മുണ്ടും മടക്കി കുത്തിട്ട് കാണട്രാന്ന് പറഞ്ഞു നോക്ക്, ആ പട്ടി അപ്പോഴേക്ക് ഓടും. ഇതുപോലെയാണ് മനപ്രയാസം. നമ്മൾ എത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുമോ നമ്മളെ വീണ്ടും സങ്കടത്തിലേക്കാക്കിക്കൊണ്ടിരിക്കും. എന്തും വരട്ടെ, നേരിടാൻ ഞാൻ തയ്യാറാണ്, അതിനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അതിനെ നേരിടാൻ നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്ക്. പ്രയാസം വന്ന വഴി അങ്ങ് പോകും. ചിന്തകന്മാര്, എഴുത്തുകാര് പ്രതിസന്ധികളെയും വിശ്വാസിയും തമ്മിൽ ഉപമിച്ചിരിക്കുന്നത് കളകളാരവം മുഴക്കി ഒഴുകുന്ന ചെറിയ അരുവിയിൽ രൂപപ്പെട്ട ചെറിയ പാറ പോലെ എന്നാണ്. വിശ്വാസി ഒഴുകുന്ന വെള്ളമാണ്. അവനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ആ ഒഴുക്കിന്റെ മധ്യേ രൂപപ്പെട്ട വലിയൊരു പാറ, അതാണ് പ്രതിസന്ധി, മനപ്രയാസം. അതാണ് ഈ വെള്ളം എന്താ ചെയ്യുന്നത്? വെള്ളം എന്ത് ചെയ്യും? തിരുവനന്തപുരത്തൊക്കെ ഇടത്തോട്ടോ വലത്തോട്ടോ കയറി ഒഴുകി അങ്ങ് പോകും. അല്ലാതെ പാറ പൊട്ടിച്ച് ചിപ്സാക്കി പിന്നെ അതിനെ മെറ്റിലാക്കി അതിനെ പിന്നെ പാറപ്പൊടിയാക്കിയിട്ട് ഞാൻ ഒഴുകാം എന്ന് വെള്ളം തീരുമാനിക്കൂല. ഇടത്തോട്ടോ വലത്തോട്ടോ അതിന് പറ്റുന്നൊരു ദിശയിലേക്ക് വെള്ളം ഒഴുകി അതിന്റെ ഒഴുക്കങ്ങ് തുടരും. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലോ, ഇടത്തോട്ടും വലത്തോട്ടൊന്നും പോകാൻ അനുവദിക്കാതെ ഈ പാറ അത്രയും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വെള്ളം എന്താ ചെയ്യുക? കുത്തിമറിഞ്ഞ് ആ പാറയുടെ മുകളിലൂടെ നേരെ ഒരു ചാട്ടം ചാടും. ഇതല്ലേ സംഭവിക്കുക? ഇതുപോലെയാകണം വിശ്വാസി. അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അവന് മനപ്രയാസം വരുമ്പോൾ അവന് ചെയ്യേണ്ടത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവന് സഞ്ചരിക്കണം. അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ പോകാൻ അവന് കഴിയണം. അല്ലാതെ ആ പ്രതിസന്ധി തീരട്ടെ, മനപ്രയാസം തീരട്ടെ, ഞാൻ ജീവിക്കാമെന്ന് കരുതിയിട്ട് അടച്ചുമൂടിയ റൂമിനകത്ത് കയറിയിരിക്കലല്ല പെങ്ങള്. അത് ഒരിക്കലും മാറില്ല. ഈ ഭൗതിക ലോകത്തൊരിക്കലും മാറില്ല. മനപ്രയാസം മാറുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എവിടെയാണെന്നറിയോ? അത് ചവറയിലെ നിന്റെ വീടല്ല, ചവറയിലെ നിന്റെ മാർക്കറ്റല്ല, ചവറയിലെ നിന്റെ ഹോസ്പിറ്റലല്ല, ചവറയിലെ നിന്റെ ഒരു സ്കൂളല്ല, ചവറയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, അല്ലെങ്കിൽ നിനക്ക് കൗതുകം പകരുന്നതായ കടലിന്റെ തിരമാലകളെ എണ്ണുന്ന കരയിലല്ല. എവിടെയാണ് മനക്ലേശമില്ലാത്ത, മനപ്രയാസമില്ലാത്ത സ്ഥലമെന്നറിയോ? ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഏതാ? എന്റെ ചവറയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയുമോ ആ സ്ഥലം ഏതാണ് എന്ന്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാ, ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് കടന്നുപോയ ആ മനുഷ്യൻ അവിടെ എത്തിയിട്ട് പറയുന്ന വാക്കെന്തെന്നറിയോ? ഖാലൂ വഖാലുൽ ഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അല്ലാഹു പറയുകയാണ്, സ്വർഗ്ഗനിവാസികൾ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട്, മുഖരിതമായ സൽസബീലിന്റെ തസ്നീമിന്റെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകര, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കർണാനന്ദകര, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് അവന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ സുന്ദരമായ പർദീസയിൽ മട്ടുപ്പാവിൽ ഇരുന്നിട്ട് അവന് പറയുന്ന വാക്കേതാ? അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ. അല്ലാഹു എന്റെ ദുഃഖങ്ങളൊക്കെ മാറ്റി തന്നിരിക്കുകയാ, എന്റെ പ്രയാസമൊക്കെ അല്ലാഹു മാറ്റി തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, മനസ്സിന് പ്രയാസം മാറുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് അല്ലാഹു നമുക്ക് തരുന്ന സ്വർഗമാണ്. അല്ലാഹു നമുക്ക് തരുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലെത്തണമെങ്കിലും മരിക്കണം പ്രിയപ്പെട്ടവരെ. മരിക്കുന്നത് വരെ നമ്മൾ പ്രയാസത്തിൽ തന്നെയാകെ സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ പ്രയാസത്തിലാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. അല്ലാഹു പടച്ചത് പ്രയാസത്തിലാണ്. മനപ്രയാസം ഉണ്ടാക്കിയെടുക്കല അല്ലാഹു ചെയ്യുന്നത്. ഞാൻ ഒരു ചെറിയ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ. ആർക്കാ ദിവ്യഗർഭം ഉണ്ടായത്? ആർക്കാ? ക്വിസ് പ്രോഗ്രാമിൽ ചോദിക്കുമ്പോൾ എഴുതി വെക്കും, ഇതേപോലെ ഒരു ഷീൽഡ് കൊടുക്കും. ആർക്കാ?
വാപ്പയില്ലാതെ ജനിച്ച കുട്ടിയാരാ? ഭർത്താവില്ലാതെ ഗർഭിണിയായതാരാ? ആര്? കാവ്യമാധവനെ ആരെന്ന് പറയാ? ഭർത്താവില്ലാതെ ഗർഭിണിയായ പെണ്ണേതാ? പറഞ്ഞോ? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു എന്താ ചെയ്തത്? സാധാരണ ചവറയിലെ ഒരു സ്ത്രീയെ പോലെ തന്നെ ഗർഭകാലം ഉണ്ടാക്കി അല്ലേ? എങ്ങനെ ഗർഭിണിയായത്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മാധ്യമത്തിൽ റൂഹ് ഊതിയിട്ട് ഗർഭിണിയായതല്ലേ? ഇത്രയും കഴിവുള്ള പടച്ചോന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മറിയം ബീവി ഗർഭിണിയായി. അടുത്ത സെക്കൻഡില് ഈസാ നബിയെ ജന്മം നൽകി. അടുത്ത നിമിഷം ഈസാ നബി സംസാരിച്ചു. എങ്കിലും ലോകത്ത് മറിയം ബീവി ഇത്രയും വലിയ അപവാദത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടി വരുമായിരുന്നോ? പറ. മറിയം ബീവി ഒരു സെക്കൻഡ് കൊണ്ട് ഗർഭിണിയായി. അടുത്ത സെക്കൻഡിൽ പ്രസവിച്ചെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ആളുകൾ പറയും വല്ലാത്ത അത്ഭുതം തന്നെ ഇത്. മറിയം വല്ലാത്ത അത്ഭുത പെണ്ണ് തന്നെയാണ്, മറിയം ബീവി വല്ലാത്ത അത്ഭുതം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ മുഴുവനും സ്തുതി പാടുമായിരുന്നു, ആളുകളെ പിന്നാലെ കൂടുമായിരുന്നു. ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ എന്തുകൊണ്ടാണ് അല്ലാഹു തആല 9 മാസം 10 ദിവസം അവര് ഗർഭം ധരിച്ച് വേദനയോടെ നൊന്ത് പ്രസവിച്ചു. ആ പ്രസവം നടത്തി. ആ കുഞ്ഞ് പിന്നീട് സംസാരിച്ചു. ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു തആല മനപ്രയാസം കൊടുത്തു. അവസാനം അവര് പറഞ്ഞില്ലേ, യാ ലൈതനി മിത്തു ഖബല ഹാദാ വ കുന്തു നസിയ മൻസിയ, പടച്ചോനെ ഞാൻ പെട്ടെന്നങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതൊന്നും കേൾക്കുകയും വേണ്ട, ഇതൊന്നും അറിയാൻ വേണ്ട, ആളുകളുടെ ഈ അപവാദ പ്രചരണങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് മറിയം ബീവിക്ക് പറയേണ്ടി വരുവോളം അല്ലാഹു പ്രയാസം കൊടുത്തു. എന്തിനാ? ലോകത്ത് മനുഷ്യർക്ക് അല്ലാഹു പ്രയാസം കൊടുക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ പറയേണ്ടത്. ഒരിക്കലും നമ്മളല്ലാതെ അല്ലാഹുവിനെ കുറ്റം പറയുകയോ പരിഭവം പറയുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ എങ്ങനെയായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഏത് രീതിയിലാണ് ഒരു പ്രയാസം വരുമ്പോ നേരിട്ടതെന്നറിയോ? അത് തന്നെയാണ് നമുക്ക് മാതൃക. അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള പരിഹാരം. അത് തന്നെയാണ് പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. സഹാബാ ദഅവത്തു ദിന്നൂനി ഇദാ ഇദ്ദഅ വഹുവ ഫിൽ ബത്നിൽ ഹൂത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലയോ സഹാബത്തെ, ദഅവത്തു ദിന്നൂൻ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ഉണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ. ഇത് ദഅ, അദ്ദേഹം ദുആ ചെയ്തത് എവിടെ വെച്ചാണെന്നറിയോ? വഹുവ ഫീ ബത്നിൽ ഹൂത്ത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടന്ന് അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടിയത് അറിയില്ലേ സഹാബാ? ആ ദുആ നിങ്ങൾ പഠിച്ചാൽ, ആ ദുആ ഫഇന്നഹു ലം യദഅ ബിഹാ, ആരൊരാൾ അതുകൊണ്ട് ദുആ ചെയ്യുന്നുവോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ ഇസ്തജാബല്ലാഹ്, ഇല്ലാ ഇസ്തജാബല്ലാഹ്, അല്ലാഹു തീർച്ചയായും അവന് ഉത്തരം കൊടുക്കുന്നതാ. സഹാബത്ത് ചോദിച്ചല്ലോ, നബിയെ, ഈ യൂനുസ് നബി അലൈഹിസ്സലാം 3 ഗർത്തങ്ങളുടെ ഉള്ളറകളിൽ, 3 നിഗൂഢതകളുടെ ഉള്ളറകളിൽ മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഒരു ഇരുള് അല്ലാഹ് പറഞ്ഞതെന്താണ്? വനാദാ ഫിൽ ളുലുമാ, 3 ഇരുളുകളിൽ കിടന്നുകൊണ്ടാണ് യൂനുസ് നബി വിളിച്ചത്. 1 മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള്, 2 കടലിന്റെ അടിത്തട്ടാകുന്ന ഇരുള്, 3 നിശയുടെ നിശബ്ദതയാകുന്ന ഇരുള്. ഈ 3 ഇരുളിന്റെ ഉള്ളറകളിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയാണ് അല്ലാഹു ഉത്തരം കൊടുത്തു, പ്രയാസം മാറ്റിക്കൊടുത്തു. മത്സ്യം വന്ന് കരയിൽ അതിനെ തുപ്പി വസല്ലം ഇത് പറഞ്ഞപ്പോ ആർക്ക് പ്രയാസം വന്നാലും അല്ലാഹു ഇത് പറഞ്ഞാൽ സമാധാനം കൊടുക്കുമെന്ന് പഠിപ്പിക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത് യൂനുസ് നബിക്ക് മാത്രമുള്ളതാണ്?
എന്താണോ അത് ലോകത്തുള്ള എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകുമോ, പ്രയാസം മാറ്റിക്കൊടുക്കുമോ? ആ സമയത്താണ് മഹാനായ നബി തങ്ങൾ പറഞ്ഞത്, അല്ല പറഞ്ഞത് യൂനുസിനെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ലല്ലോ, അല്ലാഹു പറഞ്ഞത് എന്താണ്? ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗം. മനപ്രയാസത്തിൽ നിന്ന് യൂനുസിനെ നാം രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. കേരള സംസ്ഥാനത്തിലെ കൊല്ലം ജില്ലയിലെ ഈ ചവറയിലെ നിങ്ങൾക്കും അല്ലാഹു മനപ്രയാസം മാറ്റിത്തരുന്നതാണ്.